ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് SSC ആൻഡ് RRB യൂട്യൂബ് ചാനൽ. നമ്മൾ കെമിസ്ട്രിയിൽ ലൂസൻ സീരീസിലെ 4 ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞു. 5ാമത്തെ ടോപ്പിക്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയാസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ബേസിക് ആയ കാര്യങ്ങൾ മുതലൊന്ന് നോക്കാം. ആദ്യം എന്താണ് ഒരു സൊല്യൂഷൻ അല്ലേ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്താണ് എന്തറിയപ്പെടുന്നത്? ഒരു സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാം. അപ്പോൾ ഈ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ രീതിയിൽ അല്ലേ, സ്മോളർ പ്രൊപ്പോർഷൻ, ചെറിയ അളവിൽ വരുന്നതാണ് എന്തറിയപ്പെടുന്നത്? സൊല്യൂട്ട് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ് ഒരു സോൾവെൻറ്റ്? എക്സസ് പ്രൊപ്പോർഷൻ അല്ലേ, കൂടുതൽ അളവിൽ കമ്പണൻസ് വരുന്നതാണ് എന്തറിയപ്പെടുന്നത്? സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയാത്തതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയാത്ത സൊല്യൂഷനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? സോൾട്ട് ഇൻ വാട്ടർ അല്ലേ. ഒരു ഗിവൺ ടെമ്പറേച്ചർ വെക്കുമ്പോൾ കൂടുതൽ സൊല്യൂട്ടിനെ എവിടേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ സോൾട്ടിന് എന്താണ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോൾട്ട് ഇൻ വാട്ടറിൽ ഏതായിരിക്കും? ഈ സോൾട്ടാണ് ഏത് വരുന്നത്? സൊല്യൂട്ട് വരുന്നത്. വാട്ടർ ആണ് ഏത് വരുന്നത്? സോൾവെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നെക്സ്റ്റ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അല്ലേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ അല്ലേ, മോർ സോൾട്ട് ക്യാൻ ബി ഡിസോൾവ്. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്തറിയപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, കിട്ടും നിങ്ങൾക്ക്. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയാത്തതിനെയാണ് എന്തറിയപ്പെടുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാലോ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്തറിയപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഷുഗർ ഇൻ വാട്ടർ ആണ് ഇതിന് എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് അല്ലേ? പേരിൽ തന്നെ ഉണ്ട് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷനേക്കാളും കൂടുതൽ സൊല്യൂട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സൊല്യൂഷനെ അറിയപ്പെടുന്ന പേരാണെന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? കണ്ടെയ്ൻ മോർ സൊല്യൂട്ട് ദാൻ ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷനേക്കാളും കൂടുതൽ സൊല്യൂട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സൊല്യൂഷനാണ് എന്തറിയപ്പെടുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ സോഡിയം അസറ്റേറ്റ്. ഇതിന് എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ് സോഡിയം അസറ്റേറ്റ്? ഓക്കെ, നെക്സ്റ്റ് എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, കൂടുതൽ സൊല്യൂട്ട് കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതാണ് എന്തറിയപ്പെടുന്നത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഓഫ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സൊല്യൂഷൻസ് അല്ലേ, ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് എന്താണ് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അല്ലേ, സൊല്യൂട്ട് കുറഞ്ഞ അളവിലുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ നമുക്ക് പറയാം? ഡൈല്യൂട്ട് വിനേഗർ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാം? ഡൈല്യൂട്ട് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതൊക്കെ നമുക്ക് ഇതിനെ എക്സാമ്പിൾ പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോലിബിലിറ്റിയാണ്. ഈ സോലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു 3 പോയിന്റ്സ് നിങ്ങൾ എന്തായാലും ഡെഫിനേഷൻസ് അറിഞ്ഞിരിക്കണം. എന്താണ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ? ഇതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ഒരു ഗ്യാസ് ഫുള്ള് ഇവിടെ ഫുള്ള് ഒരു ഗ്യാസ് ഉണ്ട്, നേരെ ഒരു സിലിണ്ടറാണ്. അപ്പോൾ ഇവിടെ നേരെ ഒരു ടെമ്പറേച്ചർ നേരെ ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സോലിബിലിറ്റി എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ സോലിബിലിറ്റി എന്താണ്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലിബിലിറ്റി എന്താണ്? ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് എന്ത് പറയാം? ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പ്രഷർ. നമുക്ക് പ്രഷറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ലിക്വിഡ് ഉണ്ട്, ഒരു സിലിണ്ടറിൽ ഫുള്ള് ലിക്വിഡ് ഉണ്ട്, ഇവിടെ നേരെ സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നേരെ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഇവിടെ ഡിസോൾവ് ആവുന്നതിൽ കൂടുതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, പ്രഷർ ഹാസ് വെരി ലിറ്റിൽ എഫക്റ്റ് ഓൺ ദ സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്ത്, ഷുഗർ സൊല്യൂഷനിൽ ഷുഗറാണ് എടുത്തത്, ഷുഗർ ഇതിൽ ഫുള്ളുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സോളിബിലിറ്റിക്ക് കൂടുതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് എന്ത് പറയാം, പ്രഷർ ഹാസ് വെരി ലിറ്റിൽ എഫക്റ്റ് ഓൺ ദ സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിലിണ്ടർ, ഈ സിലിണ്ടറിൽ ഫുള്ളും ഗ്യാസസ് ഉണ്ട്, ഇവിടെ ഫുള്ള് ലിക്വിഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സോളിബിലിറ്റി എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. എക്സാമ്പിൾ സോഡ വാട്ടറൊക്കെ പറയാം. സോഡ വാട്ടറൊക്കെ ആണെങ്കിൽ അല്ലേ പ്രഷർ കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫുള്ളും എന്താണ് ഇതിൽ ഇൻക്രീസ് ചെയ്യുകയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ അല്ലേ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇത്, ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ? അപ്പോൾ ഈ ഹെൻറീസ് ലോ നമുക്ക് ഒരു പിക്ചർ ആദ്യം നോക്കാം. ഈ ഒരു 2 സിലിണ്ടർ ഉണ്ട്, ഈ 2 സിലിണ്ടറിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഈ പിസ്റ്റൺ വെച്ചിട്ട് ഇവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഇവിടേക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഫുള്ളും ഈ വാട്ടറിൽ എന്താണ് ഡിസോൾവ് ചെയ്യുകയാണ് അല്ലേ. പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ, പ്രഷർ കൂടുതലാകുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഫുള്ളും വാട്ടറിൽ എന്താണ് ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ? മാസ് ഓഫ് എ ഗ്യാസ് dissolved in a given volume of the liquid at constant temperature is directly proportional to the pressure of the gas. എന്ന് വെച്ചാൽ എന്താ ഇതിന് മീനിങ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ടും എന്താണ് ഇൻക്രീസ് ചെയ്യാണല്ലോ. ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ടും എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ടും ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ? ദ മാസ് ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് ദി ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്യാസ് അല്ലേ ഡിസോൾവ് ആവുന്ന എമൗണ്ടും എന്താണ്, ഡിസോൾവ് ആവുന്ന എമൗണ്ടും എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ. എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻ? Solute particles and solvent molecules cannot be distinguished even under a microscope. അല്ലേ, ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത സോല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെയും സോൾവെൻറ്റ് മോളിക്യൂൾസിനെയാണ് എന്തറിയപ്പെടുന്നത്, ട്രൂ സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. എന്താണ് ട്രൂ സൊല്യൂഷൻ? ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസും സോൾവെൻറ്റ് മോളിക്യൂൾസും ഉള്ള സൊല്യൂഷനെയാണ് എന്തറിയപ്പെടുന്നത്, ട്രൂ സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലേ. സാൾട്ട് നേരെ വാട്ടറിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ സാൾട്ട് നമുക്ക് കാണുമോ, മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ പോലും കാണാൻ കഴിയില്ല അല്ലേ. അതാണ് എന്തറിയപ്പെടുന്നത്, ട്രൂ സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ് സസ്പെൻഷൻ? സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the particles are visible to naked eye or under the microscope അല്ലേ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും പിന്നെ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയുന്നതുമാണ് സൊല്യൂഷൻസ് ആണ് എന്തറിയപ്പെടുന്നത്, സസ്പെൻഷൻസ്. പാർട്ടിക്കിൾസ് ആണ് എന്തറിയപ്പെടുന്നത്, സസ്പെൻഷൻസ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. എക്സാമ്പിൾ മഡി വാട്ടർ, സാൻഡിൻ വാട്ടർ ഒക്കെ പറയാം. മഡി വാട്ടറിലാണെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾസ് ഫുള്ളും നമുക്ക് എന്താണ് വിസിബിൾ ആവും അല്ലേ, നേക്ഡ് ഐ കൊണ്ട് തന്നെ വിസിബിൾ ആവും. സാൻഡിൻ വാട്ടർ ആണെങ്കിൽ നമുക്ക് എന്താണ് വിസിബിൾ ആവും. അപ്പോൾ എന്താണ് സസ്പെൻഷൻ എന്നുള്ള ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ? കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കനോട്ട് സീൻ ബൈ നേക്ഡ് ഐ അല്ലേ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാണ് അല്ലേ. കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമുക്ക് എന്താണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. നെക്സ്റ്റ് ബട്ട് ദേ ക്യാൻ സീൻ അൾട്രാ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ വിസിബിൾ ആവുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് മിൽക്ക്, ബ്ലഡൊക്കെ പറയാം അല്ലേ. മിൽക്കും ബ്ലഡിലൊക്കെ നമുക്ക് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? ഇല്ല അല്ലേ. അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് അതൊക്കെ വിസിബിൾ ആവുള്ളൂ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഡിസ്പേർഷൻ സിസ്റ്റം എന്താണെന്നുള്ള പറയാം. എന്താണ് ഡിസ്പേർഷൻ സിസ്റ്റം? സബ്സ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ആസ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് ലിക്വിഡ്. എന്താണ് പറയുന്നത്, സബ്സ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ. എങ്ങനെയാണ്, വെരി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് ലിക്വിഡ്. ഇവിടെ ഡിസ്പേർഷൻ സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് സബ്സ്റ്റൻസ് എന്താണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്
ആ സബ്സ്റ്റൻസിനെയാണ് എന്തറിയപ്പെടുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് അറിയപ്പെടുന്നത്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയത്തിലേക്കാണോ സബ്സ്റ്റൻസ് ആഡ് ചെയ്തത് ആ മീഡിയത്തിനെയാണ് എന്തറിയപ്പെടുന്നത്? ഡിസ്പേർഷൻ മീഡിയം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡെഫിനേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണ് സോൾസ് എന്നുള്ളത് നോക്കാം. സോൾസ് എക്സാമ്പിളാണ്. സോൾസിൽ എസ് ഇങ്ങനെ പഠിച്ചാൽ മതി. എസ് സോളിഡ് ആണ് ഇവിടെ ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ലിക്വിഡ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. ഓക്കെ, സോൾസിൽ ഇതാ എസ് എന്താണ്? സോളിഡ് ആണ്, സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് അങ്ങനെ നോക്കിയാൽ മതി. എൽ എന്താണ്? ലിക്വിഡ് ആണ് ഏത്? ഇവിടെ ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഇവിടെ എക്സാമിന് ചോദിച്ചത് സോള് ഏത് ഫോമിലാണ് കാണപ്പെടുന്നതെന്നാണ്. സോളിഡ്, ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോൾസ് ആൻഡ് എയറോസോൾസ്. ഓക്കെ, സോൾസിൽ സോളിഡ് ആണ് ഇവിടെ ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. ഏതാണ്? സോളിഡ് ആണ് ഇവിടെ ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. ലിക്വിഡ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്, സോൾസിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്, അതേപോലെ ഏതാണ് ഡിസ്പേർഷൻ മീഡിയം ഏതാണെന്നുള്ളതൊക്കെയാണ് എക്സാമിന് ചോദിച്ചത്. അപ്പോൾ എസ് ഇങ്ങനെ പഠിച്ചാൽ മതി. എസ് സോളിഡ് ആണ് ഇവിടെ ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? റബ്ബർ ഗ്ലൗസ് ഒക്കെ നമുക്ക് പറയാം. റബ്ബർ ഗ്ലൗസ് സോൾസിന് എക്സാമ്പിൾ ആണ് ഏത്? റബ്ബർ ഗ്ലൗസ്. നെക്സ്റ്റ് എന്താണ് എയറോസോൾസ്? എയറോസോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആണ് ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. ഏതാണ്? സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആണ് ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഗ്യാസ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നോക്കിയാൽ മതി അല്ലേ. ഇവിടെ സോളിഡ് ആണ് ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് വരുന്നത്. എയറോസോൾസിലാണെങ്കിലോ സോളിഡും വരും ലിക്വിഡും വരും അല്ലേ. ഇത് രണ്ടുമാണ് ഏത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡിസ്പേർഷൻ മീഡിയം ആണെങ്കിലോ ഇവിടെ ലിക്വിഡ് ആണ് ഡിസ്പേർഷൻ മീഡിയം. അടുത്തതിൽ ഗ്യാസ് ആണ് ഇവിടെ ഏത്? ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സ്മോക്ക് പറയാം. സ്മോക്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്ന ഏതാണ്? സോളിഡ് ആണ്. അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക നിങ്ങളോട്. അപ്പം സ്മോക്കിൽ ഏതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്നത്? സോളിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ഏതാണ്? ഗ്യാസ് ആണ് ഏത്? ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫോഗിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് വരുന്ന ഏതാണ്? ലിക്വിഡ് ആണ്. ഫോഗിൽ ഏതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്? ലിക്വിഡ് ആണ്. ഡിസ്പേർഷൻ മീഡിയം ഏതാണ്? ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ് ഫോമിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്? ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും ഒരു PYQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. ഫോമിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതാണ്? ഗ്യാസ് ആണ്. ഡിസ്പേർഷൻ മീഡിയം ആണ് ഏത്? ലിക്വിഡ് ആയിട്ട് വരുന്നത്. ഡിസ്പേർഷൻ മീഡിയം ഏതാണ്? ലിക്വിഡ് ആണ്. നെക്സ്റ്റ് എന്താണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്? ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ അല്ലേ. ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സിക്സാഗ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലേക്കുള്ള മൂവ്മെൻറ്റ് ആണ് എന്ത്? ഒരു ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് സിക്സാഗ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുത്തതൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്താണ് സൊല്യൂട്ട്, സോൾവെൻ്റ് എന്നൊക്കെ പറഞ്ഞു, സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് എന്താ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയാത്ത അല്ലെ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയാത്തതിനാണ് എന്താ അറിയപ്പെടുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? സോൾട്ട് ഇൻ വാട്ടർ. നെക്സ്റ്റ് എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ. കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷനാണ് എന്തറിയപ്പെടുന്നത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ. എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? ഷുഗർ ഇൻ വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ. സാച്ചുറേറ്റഡിനേക്കാളും കൂടുതൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ കഴിയുന്ന സൊല്യൂഷനാണ് എന്തറിയപ്പെടുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? സോഡിയം അസറ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലേ. എന്താ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? കൂടുതൽ അളവിൽ അല്ലേ, ലാർജ് മാസ് ഓഫ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് എന്ത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം?
കോൺസെൻട്രേറ്റഡ് HCl ഒക്കെ പറയാം. നെക്സ്റ്റ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് എന്തറിയപ്പെടുന്നത്? ഡൈല്യൂട്ട് സൊല്യൂഷൻ. എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? ഡൈല്യൂട്ട് HCl പറയാം, അല്ലെങ്കിൽ ഡൈല്യൂട്ട് വിനേഗർ സൊല്യൂഷൻ എന്നും പറയാം. ഓക്കെ. നെക്സ്റ്റ് സോലിബിലിറ്റി പറഞ്ഞു അല്ലേ? സോലിബിലിറ്റി പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത പോയിന്റ് എന്തായിരുന്നു പഠിച്ചത് അല്ലേ? സോലിബിലിറ്റി. പ്രഷർ ഇൻക്രീസ്, പ്രഷറിന് എഫക്റ്റ് ഉണ്ടോ? ഇല്ല, എഫക്റ്റ് ഇല്ല. വെരി ലിറ്റിൽ എഫക്റ്റ് ആണ് അല്ലേ? ലിറ്റിൽ എഫക്റ്റ് ഓൺ ദ സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. നെക്സ്റ്റ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് അല്ലേ? വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തും കൂടുന്നുണ്ട്? ഗ്യാസ് ലിക്വിഡിൽ സോലിബിലിറ്റി ആവുന്നതും എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. നെക്സ്റ്റ് ഹെൻറീസ് ലോ നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആവുന്ന എമൗണ്ടും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? മാസ് ഓഫ് എ ഗ്യാസ് ഡിസോൾഡ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് ദ ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരാനുള്ള റീസൺ മനസ്സിലായല്ലോ. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സൈഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മറ്റേ സൈഡും ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് ട്രൂ സൊല്യൂഷൻ അല്ലേ? എന്താണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയാത്തത് അല്ലേ? സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയാത്തതിനാണ് എന്ത് പറയുന്നത്? ട്രൂ സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചു? സോഡിയം ക്ലോറൈഡ് വാട്ടോ. നെക്സ്റ്റ് എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു സസ്പെൻഷൻ? വിസിബിൾ ചെയ്യാൻ കഴിയുന്നത് അല്ലേ? നേക്കിഡ് ഐ കൊണ്ടും അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിനെ കൊണ്ടും വിസിബിൾ ചെയ്യാൻ കഴിയുന്നതാണ് എന്തറിയപ്പെടുന്നത്? സസ്പെൻഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്തായിരുന്നു കൊളോയിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അല്ലേ? കാണാൻ കഴിയാത്തതാണ് എന്ത്? കൊളോയിഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതൊക്കെ അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് മാത്രമേ നമുക്ക് എന്താണ്? വിസിബിൾ ആവുള്ളൂ. എക്സാമ്പിൾ മിൽക്കും ബ്ലഡും ഒക്കെ പറയാം. നെക്സ്റ്റ് ഡിസ്പേർഷൻ സിസ്റ്റത്തിൽ നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡിസ്ട്രിബ്യൂട്ടഡ് സബ്സ്റ്റൻസ് അല്ലേ? സബ്സ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതിനാണ് എന്തറിയപ്പെടുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാലോ അല്ലേ? ഏത് മീഡിയത്തിലാണോ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നത് അതാണ് എന്ത്? ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്നറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞു? സോള് പഠിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലേ? എസ് സോളിഡാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ലിക്വിഡ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം. റബ്ബർ ഗ്ലൗസ് പറയാം. നെക്സ്റ്റ് എയറോസോൾസ് ആണെങ്കിലോ സോളിഡും ലിക്വിഡുമാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലേ? സോളിഡും ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഗ്യാസ് ആണ് ഏത്? ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരുന്നത്. സ്മോക്കിലാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതായിരുന്നു? സോളിഡ്. നെക്സ്റ്റ് ഡിസ്പേഴ്സ്ഡ് മീഡിയം ഏതായിരുന്നു? ഗ്യാസ്. ഫോഗിലാണെങ്കിലോ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഏതാണ്? ഗ്യാസും അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതിൽ നിന്ന് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഫോം നമ്മൾ പറഞ്ഞു. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് ഏത്? ഗ്യാസ്. ഡിസ്പേർഷൻ മീഡിയം ഈസ് ലിക്വിഡ്. ബ്രൗണിങ് മൂവ്മെന്റ് എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു അല്ലേ? ബ്രൗണിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് സിക്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് എന്ത്? ബ്രൗണിങ് മൂവ്മെന്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.